ഭക്തി നിറവിലായിരുന്നു ഉത്രാട ദിനത്തിലെ കാഴ്ചക്കുല സമർപ്പണം. രാവിലെ ശീവേലിക്കു ശേഷം സ്വർണ്ണ കുടിമരച്ചുവട്ടിലായിരുന്നു ചടങ്ങ്. ക്ഷേത്ര മേൽശാന്തി പള്ളിശ്ശേരി മനയ്ക്കൽ മധുസൂദനൻ നമ്പൂതിരി ആദ്യം ശ്രീ ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, കെ പി വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും കാഴ്ചക്കുലകൾ കണ്ണന് സമർപ്പിച്ചു. കണ്ണന് കാഴ്ചക്കുലകൾ സമർപ്പിക്കാൻ രാവിലെ മുതൽ ഭക്തരെത്തി. തെക്കേനറയിലെ കൂവളത്തിന് സമീപത്ത് കൂടി കിഴക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചു. കഴിവതെല്ലാ വർഷം വരാറുണ്ട്. ഞാൻ പുറത്താണ്. ഈ വർഷം നാട്ടിൽ ഓണത്തിന് വന്ന കാരണം കൊണ്ട് വരാൻ പറ്റും. എല്ലാ വർഷം അങ്ങനെ സമർപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാനെ കാണും ചെയ്യാ, കൊലയായിട്ട് നേരെ ഉള്ളിലേക്ക് കയറ്റുമല്ലോ, അങ്ങനെ വരുന്നതാണ്. കഴിഞ്ഞ കൊല്ലം വരാൻ സാധിച്ചില്ല, നാട്ടിലില്ലാത്ത കാരണം കൊണ്ട്. എല്ലാ കൊല്ലം കഴിഞ്ഞ കൊല്ലം പറ്റിയില്ല, ഈ വർഷം പറ്റിയപ്പോ അങ്ങനെ വന്നതാണ്. മിക്കവാറും എല്ലാ വർഷവും കൊടുക്കും. കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഒരു പതിവാണ് മുടങ്ങാതെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ഭഗവാൻ സമ്പൽ സമൃദ്ധിയായി തന്നുകൊണ്ടേയിരിക്കും. അതൊരു വിശ്വാസം. മുടങ്ങാതെ ഇതെന്നും വെക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. ബാക്കിയെല്ലാം ഭഗവാൻ കാത്തോളും. ഇന്ന് നമ്മള് ഉത്രാടക്കല സമർപ്പണം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ട് ആ ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. വളരെ മുൻകൂട്ടി തന്നെ ഏതൊക്കെ രീതിയിൽ അത് നിർവഹിക്കണം, ഉത്രാടക്കല സമർപ്പണം, കാഴ്ചക്കല സമർപ്പണം എങ്ങനെ വേണമെന്നുള്ളത് നന്നായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരക്കില്ലാതെ അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. കാഴ്ചക്കല സമർപ്പിക്കാൻ വന്ന എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയാണ് സമർപ്പണം കഴിഞ്ഞ് ഇപ്പോഴ് തിരിച്ചുപോയിട്ടുള്ളത്. ഇന്നു രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ ഭക്തർക്ക് കാഴ്ചക്കുലകൾ സമർപ്പിക്കാം. ക്ഷേത്രത്തിൽ സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു പങ്ക് നാളെ തിരുവോണസദ്യയിൽ പഴപ്രഥമനായും മറ്റൊരു പങ്ക് ദേവസ്വം പുന്നത്തൂർ ആനത്താവളത്തിലെ ആനകൾക്കും നൽകും. ശേഷിക്കുന്ന കാഴ്ചക്കുലകൾ ഭക്തർക്ക് ലേലം ചെയ്ത് നൽകും. നാളെയാണ് ശ്രീ ഗുരുവായൂരപ്പന് വിശേഷാൽ പ്രസാദ ഊട്ടോടുകൂടിയുള്ള തിരുവോണാഘോഷം. പബ്ലിക് റിലേഷൻസ്